റോഷി, ഹൈക്കമാൻഡിന് ഇക്കാര്യത്തിൽ വലിയ അതൃപ്തിയുണ്ട്. ഇനിയിപ്പോ വരുന്ന 4 ദിവസങ്ങൾ കാര്യങ്ങൾ നിയന്ത്രിച്ചില്ലെങ്കിൽ കൈവിട്ടു പോകുമെന്ന തിരിച്ചറിവിലാണോ KPCCക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഹൈക്കമാൻഡ്? അരുൺകുമാർ, സാമൂഹ്യ മാധ്യമത്തിൽ മുഖ്യമന്ത്രി പദവി സംബന്ധിച്ച ചർച്ച മുന്നോട്ട് പോകുമ്പോൾ അതുവഴി പൊതുവികാരമുണ്ടാക്കാനുള്ള ശ്രമം ചില നേതാക്കളുടെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിലുള്ളത്. അങ്ങനെ ഒരു വികാരമുണ്ടാക്കിയാൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനത്തിനെതിരെ ഒരുപക്ഷെ സാധാരണ പ്രവർത്തകർ പരസ്യമായി തെരുവിലിറങ്ങാനുള്ള സാധ്യത കൂടി ഹൈക്കമാൻഡ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് KPCC നേതൃത്വത്തോട് ഹൈക്കമാൻഡ് പ്രതിനിധിയായ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തന്നെ കടുത്ത നടപടി വേണമെന്ന നിർദ്ദേശം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായ ഒരു പരസ്യം പ്രസിദ്ധീകരിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ച കാരണം കാണിക്കൽ നോട്ടീസ് ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിക്ക് നൽകിയിട്ടുണ്ട്. പ്രജിൻ ബാബുവിനാണ് ആ നോട്ടീസ് നൽകിയത്. അതിൽ രമേശ് ചെന്നിത്തല വിഭാഗത്തിന് അതൃപ്തിയൊക്കെയുണ്ട്. ഏതായാലും ഇന്നലെ എക്സിറ്റ് പോൾ ഫലം പുറത്തു വന്നതിന് പിന്നാലെ കൂടുതൽ കടുത്ത രീതിയിൽ മുഖ്യമന്ത്രി പദത്തിന് അവകാശവാദം ഉന്നയിച്ച പ്രചാരണം നടക്കുന്നു. അത് പ്രതിപക്ഷ നേതാവ് VD സതീശിന് വേണ്ടിയാണ് കൂടുതൽ പ്രചാരണം നടക്കുന്നത്. സാമൂഹ്യ മാധ്യമ ആകെ പ്രചാരണം സജീവമാണ്. ഇത് ഹൈക്കമാൻഡ് പ്രതിനിധിയായ ദീപാദാസ് മുൻഷിക്ക് കടുത്ത അതൃപ്തിയും അമർഷവുമുണ്ട്. കാരണം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഇത്തരം പ്രചാരണങ്ങളെ എന്നാണ് ഹൈക്കമാൻഡ് വിലയിരുത്തൽ. ഏതായാലും ഇപ്പോൾ സംസ്ഥാനത്ത് തുടരുന്നുണ്ട്. അല്പസമയത്തിനകം ഇന്ദിരാഭവനിലേക്ക് ദീപാദാസ് മുൻഷി എത്തിച്ചേരും. സ്വാഭാവികമായും ദീപാദാസ് മുൻഷിയുടെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ കാര്യത്തിൽ. ഇത് ഏതു തരത്തിലായിരിക്കും നിയന്ത്രണം? ഇനി നിയമ നടപടി അല്ല അതിൽ പാർട്ടി തലത്തിലുള്ള നടപടി ഉണ്ടാകുമോ? നേരത്തെ വാട്സപ്പ് ഗ്രൂപ്പിൽ കോൺഗ്രസ് നേതാക്കളെ അധിക്ഷേപിക്കാനുള്ള ആഹ്വാനമുണ്ടായ വിഷയത്തിൽ നടപടിയെടുക്കാത്തതിൽ അസംതൃപ്തിയൊക്കെ പല നേതാക്കൾക്കുമുണ്ട്. അതിൽ KPCCയുടെ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ കോർഡിനേറ്റർ വിമല ബിനുവിന്റെ നേതൃത്വത്തിലാണ് അത്തരം അധിക്ഷേപത്തിലുള്ള ആഹ്വാനം ഉണ്ടായത് എന്ന പരാതിയും ഇതിനോടകം KPCCയുടെയും ഹൈക്കമാൻഡിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. അത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സാമൂഹ്യ മാധ്യമ ചുമതലയുള്ള രജിത്താണ് പരാതി നൽകിയത്. രേഖാമൂലം തന്നെ പരാതി നൽകിയിട്ടുണ്ട്. അതിൽ നടപടി ഉണ്ടായിട്ടില്ല. ഏതായാലും ഇനി ഹൈക്കമാൻഡ് നടപടി കടുപ്പിക്കാനുള്ള ആലോചനയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. റോഷി പാലും VS സുജിത്തുമാണ് വിവരങ്ങൾ നൽകിയത്.